ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു BR റാങ്കഡ് മാച്ചായിട്ടാണ് കേട്ടോ ഗൈസ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ലൂട്ടൊക്കെ അടിച്ച് സെറ്റാക്കി ഇരിക്കണമായിരുന്നു ഗൈസ്. നമുക്കിപ്പോൾ പോകുമ്പോഴാണ് ഒരുത്തൻ ചെയ്യാൻ അച്ചീവ്മെൻറ്റ് പോയിൻ്റ് വേണമെന്ന് പറഞ്ഞ് ഇരിക്കണമായിരുന്നു ഗൈസ്. അച്ചീവ്മെൻറ്റിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് മറ്റേ നോക്കായിട്ട് പൊങ്ങിയല്ലേ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുത്തൻ ഡെഡായേച്ച്. അപ്പോൾ അവനെ നോക്കായിട്ട് പൊക്കാൻ വേണ്ടി ഗ്രനേഡൊക്കെ എൻ്റെ ഇത് വാങ്ങാൻ പോണേണ്. അപ്പോഴേക്കും ഞങ്ങൾ ആരും കണ്ടില്ലായിരുന്നു അവൻ ചാവണത്. പിന്നെ അവൻ വെസ്റ്റൊക്കെ ഊരിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ചെല്ലാണ്ട് ഗൈസ്. വെസ്റ്റ് ഇപ്പോൾ ഊരും. MIT ഒക്കെ അവൻ ഊരണമെന്ന്, MIT ഗണ്ണൊക്കെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഗണ്ണാണ്ടാവും ഗൈസ് MIT. അതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പം അവൻ്റെ ലൂട്ടെടുക്കാമെന്ന് പറഞ്ഞ് ചെന്നേണ് ഗൈസ്. അപ്പോഴേക്കും മറ്റവൻ പൊങ്ങിയതാ. ഞാൻ ഒരു നിമിഷം സ്റ്റക്കായി പോയത്. അവൻ അറിഞ്ഞിട്ടില്ല, സിയാൻ അറിഞ്ഞിട്ടില്ല ഗൈസ്. അവൻ്റെ ലൂട്ടെടുക്കാം ചെന്ന് നൈസായിട്ട് ഇച്ചിരി എടുത്തിട്ടുണ്ട് ഗൈസ്. അതിന് നമുക്ക് പോവാം. അവന് ഞാൻ ഗ്രനേഡ് കൊടുത്തിട്ടുണ്ട്. അവൻ കുക്ക് ചെയ്ത് എറിയാൻ പോണേണ്. എറിഞ്ഞ് അപ്പോഴേക്കും അവന് മനസ്സിലായി ഗൈസ് അവൻ പൊങ്ങിയെന്ന്. അപ്പം അവന് കുറച്ച് ഡാമ കിട്ടിയല്ല. അവൻ എറിഞ്ഞ് പണ്ടാരം. എൻ്റെ പൊന്നു അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇനി ചുമ്മാ പൊക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വേണ്ടെന്ന് ഇരുമി വരെയല്ലേ ഗൈസ്. വെറുതെ എന്തിനാണ്. നമുക്കിപ്പോൾ സൈഡിൽ കൂടി പോവാം. ഇവിടെ എന്തോ ലൂട്ട് എനിക്ക് മാർക്ക് ചെയ്ത് വെച്ചു ഗൈസ്. അത് കാരണം അങ്ങോട്ട് പോണേണ്. വെക്കാൻ ചെന്ന് സൂപ്പർ മദ്ദായിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഗൈസ്. നമുക്ക് ആ വണ്ടി എടുക്കാം. വണ്ടി എടുത്തിട്ട് നമുക്ക് ആ ഡ്രോപ്പിലോട്ട് പോവാം. സിയാനും മിനാട്ടോ കുനാമി അടുത്ത് വേറെ എന്തോ സാധനം ചെയ്യാമെന്നും പറഞ്ഞ് ക്ലോക്ക് ടവറിലോട്ട് ആദ്യം വിളിച്ചേച്ച് ഗൈസ്. എന്നിട്ട് ക്ലോക്ക് ടവറിലോട്ട് പോയി. വണ്ടിയിലെന്തോ ആ ക്ലോക്കില്ലേ ഗൈസ്, ക്ലോക്ക് ടവറിലാണ്. അതിൻ്റെ ഉള്ളിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവന് മിനാട്ടോ കുനാമി ആ ഡ്രോപ്പിൽ നിന്ന് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഒറ്റക്കാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അതുകൊണ്ടാണ് അങ്ങോട്ട് പോയേക്കണത്. അവിടെ ഇനിമയൊന്നുമില്ല, ചുമ്മാ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞ് വെറുതെ എന്തിനാണ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് നിന്ന്. അവിടെ ശരിങ്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മറ്റേ സാധനം എടുത്തത്, മറ്റേ ഡിനോട്ടിംഗ്ലേ എന്ന് പറഞ്ഞൊരു പക്ഷിയില്ലേ ഗൈസ്, അത് കിടിലോണം. അത് വെച്ച് എനിക്കൊരു അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ആക്കാണ്ട് അതെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്കും എനിക്ക് എന്താണെന്നറിയില്ല, ചാർജ് നോക്കാൻ തോന്നി. അപ്പോൾ ചാർജ് നോക്കിയിട്ടുണ്ട്. വെക്കാൻ പോവാം. ക്ലോക്ക് ടവറിലോട്ട് വിടാൻ പോയപ്പോൾ അവിടെ സോം പിടിച്ച്. അപ്പോൾ ഇവിടെ ഇനിമി സിയാൻ AWM വേണമെന്ന് പറഞ്ഞ് AWM ഞാൻ കൊടുത്ത്. അപ്പോഴേക്കും എത്ര ഇനിമി ഉണ്ടാകും ഞാൻ ചോദിച്ച് കയറി വന്ന് ഒരുത്തേ 150 കൊടുത്തേച്ച് അവനെ അടിച്ചിട്ടാണ് സിയാൻ 150 കൊടുത്തേച്ച്. അപ്പോഴേക്കും അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരുത്ത അടിച്ച ഗൈസ്. അവൻ നോക്കാക്കി ടീംമേറ്റ്. വേറൊരുത്ത വന്ന് ടീംമേറ്റ് സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ അവനെ അടിച്ചിട്ട് ഗൈസ്. 3 കില്ലായി. വീണ്ടും സ്കോഡ് ചെയ്യുന്നതന്നെ. ഇനി ഒരാളെയും കൂടി കൊന്ന സ്കോഡ് വൈപ്പാവും ഗൈസ്. അവനാണിതോ അവിടെ ഇരിക്കുന്നത്. ഞാൻ മറ്റേ സാധനം ഉപയോഗിക്കാൻ നോക്കി, ഡിനോട്ടിംഗ്ലേ. അതുകൊണ്ട് സ്റ്റക്കായി പോയി ഗൈസ്. പറ്റിയില്ല. എന്നിട്ട് ആ മറ്റവൻ ഇതെടുത്ത് കില്ലെടുത്ത്. സിയാൻ റിവൈവ് ആയിട്ട് മെഡൊക്കെ അടിക്കണം ഗൈസ്. സൂപ്പർ മെഡ് അടിക്കണം. പിന്നെ അതൊന്ന് ലൂട്ടടിക്കാം. വലിയ ലൂട്ടൊന്നും ഇല്ല ഗൈസ്. ടീംമേറ്റ് ഞാൻ സിയാനും മാത്രമേ മലയാളിയായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ബംഗാളികളാണ് ഗൈസ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മേളിൽ എന്തോ സാധനം ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോഴേക്കും കോഡ് ഇട്ടിട്ടുണ്ട്. കോഡ് ഇട്ടുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല എനിമീസിന്. ഒന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണേണ്. പിന്നെ പ്രത്യേകിച്ച് എനിമീനെയൊന്നും കാണാനില്ല. വണ്ടി എടുത്ത് മറ്റേ ക്ലോക്ക് ടവർ ഇപ്പോൾ സോണി മുങ്ങിയല്ലേ ഗൈസ്. നമുക്കിപ്പോൾ ഭീമാസക്തി സ്ട്രിപ്പിൽ പോകാമെന്ന് പറഞ്ഞ് സിയാൻ വിളിച്ചപ്പോൾ മറ്റേ അതിലും ഉണ്ടല്ലോ ഒരു സാധനം, മറ്റേ വാച്ച് ടവറിലെ പോലെ. വാച്ച് ടവറല്ല, അല്ലാണ്ടൊരു സാധനം നിൽക്കില്ലേ, ഞാൻ കാണിച്ചതാണ് ഗൈസ്. അങ്ങോട്ട് അതെ സൈഡിൽ ഇരിക്കണമുണ്ടല്ലേ ഗൈസ്, അതാണ്. പക്ഷേ അവൻ ഭീമാസക്തി സ്ട്രിപ്പിലോട്ട് പോകാമെന്ന് പറഞ്ഞ്
അന്ന് അങ്ങോട്ട് തന്നെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഇതേ സൈഡിൽ ഇരിക്കുന്നുണ്ട് രണ്ടെണ്ണം. അങ്ങോട്ട് ഇരുന്നുകൊണ്ടിരിക്കണേ ഗൈസ്. അപ്പോഴേക്കും അവൻ പറഞ്ഞ ഈ വണ്ടിയുടെ ബാക്കിൽ എറിഞ്ഞിട്ട് ഇട്ടാൽ മതി എന്നാണ് അവൻ പറഞ്ഞത്. അണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവൻ വണ്ടിയിൽ കുനാമി എറിയാന്ന് പറഞ്ഞ് ഞാനിപ്പോൾ സൈഡിൽ മാറ്റിക്കളഞ്ഞ്. അപ്പോഴേക്കും അവൻ്റെ കുനാമി അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇത് പറയാനാണ്, പൊട്ടനാണ് ഗൈസ്. നമുക്കിനി അവന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ബാക്കിൽ എനിമി പൊക്കം ഗൈസ്. ഞാൻ സൂമിട്ട് നോക്കി. പിന്നെ സിയാൻ അടിച്ചെന്ന് വിചാരിച്ചപ്പോഴേക്കും താരമായിരുന്നു സിയാൻ അടിച്ചു വെച്ചാൽ. നമുക്കപ്പോഴേക്കും അപ്പുറത്തായിട്ട് പോവാം ഗൈസ്. എനിമി പൊക്കം സ്ഥലത്തായിട്ട് പോവാം. എന്തായാലും മേളിലാട്ടല്ലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് പോയതാണ്. എനിക്കറിയില്ലായിരുന്നു ഗൈസ് റീആനിമേഷൻ ജിച്ചു കൊണ്ട് റീആനിമേഷനായി വരുമ്പോൾ UAP കയ്യിലുണ്ടാവുമെന്ന്. അതുമാത്രമല്ല അവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ ഒരുത്തന് ഫുൾ ഡാമാണ്. വേറൊരുത്തൻ കയറി വന്ന് അവനെ അടിച്ചിടാൻ നോക്കുമ്പോഴേക്കും സൈഡിൽ നിന്ന് നല്ലിടാം. അവൻ അടിച്ചിട്ട് അപ്പോഴേക്കും സൈഡിൽ നിന്ന് വേറെ ഒരുത്തി വന്നിട്ട് ഗൈസ്. അവളെ അടിച്ച് നോക്കാക്കിയിട്ട് ഇൻഹീലർ അടിക്കാൻ പോകണ ഗൈസ്. എന്നിട്ട് അവനെ അടിച്ച് നോക്കായി ഗൈസ്. നമുക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഒരാളും കൂടി ഉണ്ടല്ലോ, നമ്മളെ കാണാനില്ലെന്ന് പറഞ്ഞ് കയറി വന്നതാണ് ഗൈസ്. അപ്പം നോക്കുമ്പോൾ അവൻ ആ സാധനത്തിൻ്റെ ഉള്ളിലാണ് ഗൈസ്. എന്ത് പറയാനാണ്. അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് കയറി അവനെ അടിച്ചിട്ട് സ്കോഡ് വൈപ്പ് അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്കും 10 ലൈവ്. ഞാൻ പേടിച്ചു പോയി. ഞാൻ സോണി ചത്തെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കയറുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാലും കയറിയിട്ടുണ്ട്. ഞാൻ മാച്ച് റെക്കോർഡ് ചെയ്തില്ലായിരുന്നു ഗൈസ്. പിന്നെയാണ് വന്ന് റെക്കോർഡ് ചെയ്തത്. ഇൻഹീലറൊക്കെ വലിച്ചു കയറ്റിയിട്ട് ചെന്ന് നോക്കണേ ഗൈസ് സോണിക്ക് കയറാൻ പറ്റില്ലെന്ന്. ചെന്നപ്പോഴേക്കും വണ്ടിയുണ്ട്. വണ്ടിയിൽ കയറി പോണേ ഗൈസ്. സിയാനൊക്കെ ആ സമയം തന്നെ മുങ്ങി. അവൻ പറഞ്ഞതുമില്ല റീആനിമേഷൻ ജിച്ചു പറഞ്ഞ അവന്മാർ അവിടെ തന്നെ സ്പോണാവത്തുള്ളെന്ന്. ഇത് പറയാനാണ്. എന്നിട്ട് ഡയറക്റ്റ് പീക്കിൽ ചെന്ന് സിയാൻ പറഞ്ഞു എനിമി എൻ്റെ അടുത്തുകൂടി ഇപ്പോൾ കാറിൽ കൂടി പോയെന്ന് പറഞ്ഞ്. ഞാൻ കാറ് കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ റീപ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് കാറിനെ കണ്ടത്. പിന്നെ സാരമില്ലെന്ന് വെച്ച് ഇവിടെ നിന്ന് എനിമീനെയൊക്കെ തൂട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഗൈസ് മുന്നിൽ കൂടി 4-5 പേര് വന്ന്. സിയാന അതിൻ്റെ മണ്ടക്ക് കയറി. ഞാൻ ഇപ്പോഴാണ് കാണണം. ഡിനോട്ടിങ് ക്ലേ വെച്ച് നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്. ഒരാവശ്യമില്ലായിരുന്നു. ഓപ്പണിൽ ചെന്നാൽ ഞാൻ കാണിച്ചത് ഡിനോട്ടിങ് ക്ലേ. സിയാൻ്റെ ഒരു പൊക്കണ സീനുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ആഡ് ചെയ്തതാണ്. ആഡ് ചെയ്യണ്ടായിരുന്നു. പിന്നെ അവൻ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ആഡ് ചെയ്യണേണ് ഗൈസ്. നമുക്കപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഞാൻ അവനെ കട്ടാക്കി കളഞ്ഞ്. ഞാൻ നോട്ട് കംപ്ലീറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് അവൻ വിളിച്ചത്. അവൻ മിനാട്ടോ കുനാമി എടുത്തെറിഞ്ഞ് സൈഡിലോട്ട് വന്ന് എന്നെ പൊക്കാൻ വേണ്ടി റെഡി ആയിരിക്കുമ്പോഴാണ് അവൻ ലൂട്ട് എടുക്കാൻ പോണത്. ഞാൻ പറഞ്ഞു കയറി പൊക്കടാ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഓടിച്ചെന്ന് പൊക്കാൻ പോകണമായിരുന്നു ഗൈസ്. അപ്പോഴേക്കും ഒരുത്തനെ കണ്ട് ഞാൻ പറഞ്ഞു മൈൻഡിലെ പൊക്കെന്ന് പറഞ്ഞു ആദ്യം. എന്നിട്ട് അവൻ എന്നെ പൊക്കിയിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ലൂട്ട് എടുക്കാമെന്നും പറഞ്ഞിരിക്കണേണ്. അവിടെ ചെന്ന് ലൂട്ടെടുക്കാം. അപ്പോഴേക്കും സൈഡിൽ നിന്ന് എനിമി വന്നിട്ടുണ്ട് ഗൈസ്. ഇത് പറയാനാ ഞാൻ വിചാരിച്ച് ഞാൻ ചത്തെന്ന്. പക്ഷെ അവനെ ഇപ്പം ഇറങ്ങിയല്ലായിരുന്നു. ഞാൻ സൈഡിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് കണ്ടത്. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. ഭാഗ്യത്തിന് സിയാന എനിമീനെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബാക്കിൽ നിന്ന് അടിച്ച് വീണ്ടും കൊല്ലണ ഗൈസ്. ഇത് പറയാനാ സിയാൻ ആ സമയം തന്നെ ഓടിയും കളഞ്ഞ്. അപ്പോഴേക്കും വേറെ ഒരു ദിമിട്രി വന്ന് സിയാനെ ക്യാച്ച് ചെയ്യാൻ നോക്കി. പക്ഷെ സിയാൻ നിന്നില്ല. അപ്പോഴേക്കും സിയാൻ വേറൊരുത്തന്നെ അടിച്ച് എമ്മൈറ്റ് വെച്ച് നമുക്ക് ഇടലും കളിയാണ് ഗൈസ്. ഇതേ ഒരുത്തൻ നോക്ക്. അടുത്തവൻ അതിൽ കൂടി വന്നിട്ടുണ്ട്. സിയാൻ അവനെയും ചെന്ന് അതിനെ നോക്കിട്ട് 2 നോക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം സിയാൻ കണ്ടിട്ട് ഇവിടെ ചെന്ന് അത് കിട്ടിയില്ല ഗൈസ്. ഞാൻ വിചാരിക്കും എന്താണ് ഈ കാണിക്കണേത്. അവൻ്റെ എമ്മൈറ്റിയുടെ ബുള്ളറ്റ് കയറുന്നത് ഗൈസ്. എന്ത് പറയാനാണ്. പിന്നെയാണ് ഇപ്പം
AW എടുത്ത് M8 അവൻ വലിച്ചെറിഞ്ഞ് വെട്ടറെടുത്ത് വെട്ടറിൽ നിന്ന് അവൻ അടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവൻ സൈഡിലാട്ട് പോയി ചെയ്യാം. അപ്പോൾ സൈഡിലാട്ട് നിന്നിട്ട് അവനെ അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞാടാ ഇത് ടച്ച് ചെയ്യല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ടച്ച് ചെയ്യ ശരിക്കും വന്ന് അവൻ മാഗ് എടുത്ത് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു കുറേ വട്ടം അടിക്കണം. അപ്പോഴേക്കും അവൻ ജമ്പ് ഷോട്ട് അടിച്ച് അവനെ ഹെഡ് അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് ഗൈസ്. സിയാൻ്റെ സ്കോഡ് വൈപ്പായിരുന്നു ഗൈസ്. ഇത് പറയാനാ ഞാൻ പറഞ്ഞ ഇടയിലെന്ന് പിന്നെ അവൻ ഇടാൻ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്നെ പൊക്കി ഞാൻ P90 അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ സോണിൻ്റെ സൈഡിൽ ചെന്ന് ഇറങ്ങാം, കാരണം ഇല്ലെങ്കിൽ സെൻറ്ററിൽ ചെന്ന് അടിച്ചാൽ 4 സൈഡിൽ നിന്നും വളഞ്ഞിട്ട് അടിക്കുമല്ലോ ഗൈസ്. പിന്നെ ഗ്ലൂ ഇട്ടാലും ഇറങ്ങുമ്പോൾ 2 ഗ്ലൂ കിട്ടത്തുള്ളല്ലോ, അത് കാരണം അങ്ങനെ ആയിപ്പോയി. പിന്നെ ഒരു നിമിഷം ഗെയിം ചക്കായിപ്പോയി, എന്താണെന്ന് അറിയില്ല. നീക്കുമ്പോഴാണ് അവിടെ ഒരു എനിമി. ഞാൻ കയറി അടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് സിയാൻ അവനെ നോക്കിയിട്ട് അവൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങോട്ട് ഓടിച്ചടിച്ചെന്നപ്പോഴേക്കുമാണ് അവന് ഇപ്പോഴേ ഇറങ്ങിയെന്ന് മനസ്സിലായത്. മാറ്റിയിട്ട് തോമസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി വെറും 2 എനിമിയും കൂടിയുള്ള കേസ്. അവനെയും കൂടി കൊന്നാൽ കളി പുയ്യാണ് കേസ്. നമ്മളിപ്പോൾ 3 പേരുണ്ട്, അതുകൊണ്ട് സിമ്പിളായിട്ട് കളി ജയിക്കാമെന്ന് പറഞ്ഞിരിക്കണേണ്. അപ്പോൾ സിയാൻ പറഞ്ഞതോ ഇവിടെ എനിമി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ തോമസം വെച്ച് റഷ് അടിച്ച് കയറി ഹെഡ് അങ്ങോട്ട് കൊടുത്ത് അവനെ ടീം വൈപ്പാക്കിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് P90 മാറ്റി വല്ലതും കിട്ടുമെന്ന് നോക്കിയപ്പോൾ എക്സാമൈറ്റ് കിട്ടി. എക്സാമൈറ്റ് വെച്ച് ചുമയാണ് ഗൈസ്. ഇപ്പോൾ അന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിമീനെ കാണുന്നത്. ഞാൻ പറഞ്ഞ അവിടെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മറ്റേ സാധനം കാണിച്ചു തന്ന്. അപ്പോഴേക്കും ടീം വൈപ്പാക്കി കളഞ്ഞ് ചെയ്യാൻ. അപ്പോൾ കളി പോയി.